ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ഫോർ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വേർഡ് കാറ്റഗറിയാണ്, അതായത് നൗൺസ്, അഡ്ജക്റ്റീവ്സ്, വെർബ്സ്, ആഡ്വർബ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു നൗൺസ് യൂസ് ചെയ്യണം, അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ നൗൺസ്, എന്താ അഡ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 2-3 ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് നൗൺസ്, അഡ്ജക്റ്റീവ്സ്, വെർബ്സ്, ആഡ്വർബ്സ്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത്തരത്തിലുള്ള വേർഡ്സ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡിക്ഷണറിയിലൊക്കെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഗൂഗിളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ADJ എന്നിട്ടുണ്ടാവും, അത് അഡ്ജക്റ്റീവ്സിനാണ്. എന്നിട്ടുണ്ടാവും, അത് നൗൺസിനാണ്. എന്നിട്ടുണ്ടാവും, അത് വെർബ്സിനാണ്. ADV എന്നിട്ടുണ്ടാവും, അത് ആഡ്വർബ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. നൗൺസ് എന്ന് വെച്ചാൽ പേരുകളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അതിനെയാണ് നൗൺസ് എന്ന് പറയുന്നത്. അതിപ്പോൾ എന്ത് തരത്തിലുള്ള പേരുകളാവാം. ഇപ്പോൾ ഒരു ഡെസിഗ്നേഷൻ നെയിം ആവാം. ഇപ്പോൾ ടീച്ചർ, അതൊരു ഡെസിഗ്നേഷൻ നെയിമാണ് അല്ലേ. ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ, ഇതൊക്കെ പേരുകളാണ്. അതുപോലെ സ്ഥലങ്ങളുടെ പേരുകളാവാം. ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, കേരളം എന്നൊക്കെ പറയുന്നത് സ്ഥലങ്ങളുടെ പേരുകളാണ്. അതുപോലെ സാധനങ്ങളുടെ പേരുകളാവാം. അപ്പോൾ സാധനങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാൻ, അല്ലെങ്കിൽ മൊബൈൽ, ബൈക്ക്, കാറ്, ഇതൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന വാക്കുകളെയാണ് നൗൺസ് എന്ന് പറയുന്നത്. പേരുകളായിട്ട് വരുന്ന എല്ലാ വാക്കുകളെയും നൗൺസ് എന്ന് പറയാം. ഈ കാറ്റഗറിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയും പേരുകളായിട്ട് നമ്മൾ പറയാറുണ്ട്. അതും പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നുള്ളത് കൊണ്ട് അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ വരുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ പേരുകളെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, പേരുകളെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുക. വലിയ വലിയ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ അറിയേണ്ട. ഒരു വേർഡ് കാണുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അത്ര മാത്രമേ വേണ്ടൂ. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ പേരുകളെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസും വിടും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ ഒരു ഗേൾ, അപ്പോൾ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞാൽ ആ ഗേളിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന വേർഡാണ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. സോ ബ്യൂട്ടിഫുൾ ഈസ് എൻ അഡ്ജക്റ്റീവ്. ദെൻ ഇറ്റ്സ് എ നൈസ് ഫോൺ എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഫോണിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന വേർഡാണ് നൈസ് എന്നുള്ളത്. സോ നൈസ് ഈസ് എൻ അഡ്ജക്റ്റീവ്. അങ്ങനെ പേരുകളെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്നല്ലേ. അത് ആംഗ്രി, ആങ്ഷ്യസ്, കോൺഷ്യസ്, ടയേർഡ്, ഇതൊക്കെ നമ്മുടെ ഫീലിങ്സ് ആണ്. അപ്പോൾ ഇതും അഡ്ജക്റ്റീവിൻ്റെ സെക്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ കെയർഫുൾ, ചിയർഫുൾ, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ അഡ്ജക്റ്റീവ്സിലാണ് വരുന്നത്. നമ്മുടെ അവസ്ഥകളായിട്ട് വരുന്ന വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സെക്ഷനാണ് അഡ്ജക്റ്റീവ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് വെർബ്സ് ആണ്. വെർബ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പോൾ ഡ്രൈവ് ചെയ്യുക, അതൊരു പ്രവൃത്തിയാണ് അല്ലേ. ഇപ്പോൾ ഡ്രൈവ്, ടീച്ച്, കുക്ക് എന്നൊക്കെ പറയുന്ന ടൈപ്സ് ഓഫ് വേർഡ്സ്. ടീച്ച് അതൊരു വെർബാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളെയാണ് വെർബ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ആഡ്വർബിൻ്റെ കാറ്റഗറിയാണ്. ആഡ്വർബ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ, പ്ലസ് അഡ്ജക്റ്റീവ് വാക്കുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകളെയും ആഡ്വർബ്സ് തന്നെയാണ് പറയുക. അതുപോലെ തന്നെ ഒരു ആഡ്വർബിനെ വീണ്ടും ഒന്നും കൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വന്നാൽ, കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അത്തരത്തിലുള്ള വാക്കുകളെയും നമ്മൾ ആഡ്വർബ്സ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പോൾ ഷി ഡാൻസസ് വെൽ എന്ന് പറയുമ്പോൾ ഡാൻസ് എന്ന് പറയുന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് വെൽ എന്നുള്ളത് അല്ലേ. സോ ഹിയർ വെൽ ഈസ് എൻ ആഡ്വർബ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് ഷി കുക്സ് വെരി വെൽ എന്ന് പറയുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യുക എന്നുള്ള പ്രവൃത്തി, നമ്മൾ നന്നായി കുക്ക് ചെയ്യും, വളരെ നന്നായിട്ട് കുക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഷീ കുക്സ് വെരി വെൽ എന്ന് പറയുമ്പോൾ ആ വെൽ എന്നുള്ളത് ഓൾറെഡി ആഡ്വർബാണ്, നമ്മൾ തൊട്ട് മുന്നത്തെ സെൻറ്റൻസിൽ കണ്ടു. ആ വെല്ലിനെ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വെരി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ വെരി എന്നുള്ളത് ഒരു ആഡ്വർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷീസ് വെരി ടയേർഡ് എന്ന് പറയുകയാണ്. ഷീസ് വെരി ടയേർഡ്, നമ്മൾ ഓൾറെഡി കണ്ടു ടയേർഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് വേർഡാണെന്നല്ലേ. അപ്പോൾ ആ ടയേർഡിനെ വീണ്ടും ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാണ് വെരി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ അഡ്ജക്റ്റീവിനെ, ടയേർഡ് എന്നുള്ള അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് വെരി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള വാക്കുകളെയാണ് ആഡ്വർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു സെൻറ്റൻസ് പറയണം എന്നുണ്ടെങ്കിൽ. അത് ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്തരത്തിലുള്ള വേർഡ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഓരോ വാക്കുകളും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മലയാളം വാക്കുകൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നേരം അത്തരത്തിലുള്ള ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, വെർബ്സ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കുക. കാരണം നമ്മൾ ഓരോ വാക്കുകളും ഓരോ സെൻറ്റൻസുകളും യൂസ് ചെയ്യുമ്പോൾ വേർഡ് കാറ്റഗറിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനിയുള്ള വീഡിയോസ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ വേർഡ് കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്